കോൺഗ്രസിന് പുതുജീവൻ പകരാൻ സംസ്ഥാന തലത്തിൽ അഴിച്ചുപണി തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്ക് കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു. KPCC ഭാരവാഹികൾ ഉൾപ്പെടെ പ്രവർത്തന മികവില്ലാത്തവരെ മാറ്റാനും നീക്കമുണ്ടായിരുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന നീക്കം ചെയ്യൽ നടപടി ഈ വെട്ടിനിരത്തലിന്റെ ഭാഗമായി തന്നെ വിലയിരുത്താം. തെറ്റ് വലുതായാലും ചെറുതായാലും കർശന നടപടിയിലേക്ക് നേതൃത്വം നീങ്ങുമെന്നതിന്റെ സൂചനയാണ് ഇത്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് CT സജിത്തിനെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഭരണസമിതിയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ സജിത്ത് പ്രവർത്തിച്ചുവെന്ന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. നേരത്തെ ആശുപത്രി പ്രസിഡന്റായ KP സാജു സഹകരണ നിയമ ചട്ടലംഘനം നടത്തിയെന്ന ആരോപണമുയർന്നതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകുകയും ചെയ്തത് സജിത്തിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗമാണെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. തലശ്ശേരിയിലെ സുധാകരൻ വിഭാഗം നേതാവായ സജിത്ത് മുൻ നഗരസഭാ കൗൺസിലറും പ്രമുഖ അഭിഭാഷകനുമാണ്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി ഭരണത്തിലെ അധികാര തർക്കമാണ് കോൺഗ്രസ് നേതാവിന്റെ സ്ഥാനചലനത്തിന് കാരണമായത്. പാർട്ടി നിയന്ത്രണ സ്ഥാപനത്തിന്റെ ഭരണം പ്രതിസന്ധിയിലാക്കുന്നതിന് രാഷ്ട്രീയ എതിരാളികളുമായി അഡ്വക്കേറ്റ് സജിത്തിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം ഗൂഢാലോചന നടത്തിയെന്നാണ് നിലവിലെ ആരോപണം. കഴിഞ്ഞ ദിവസം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് മറ്റൊരു നേതാവിനെ കൂടി ജില്ലാ നേതൃത്വം പുറത്താക്കിയിരുന്നു. DCC സെക്രട്ടറിയായ സത്യൻ നരവൂരിനെയാണ് പുറത്താക്കിയത്. നേരത്തെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റായിരുന്ന മമ്പളം ദിവാകരനെയും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ആശുപത്രി ഭരണം ഔദ്യോഗിക പക്ഷം തെരഞ്ഞെടുപ്പിലൂടെ കരസ്ഥമാക്കിയിരുന്നു. പാനൂരിലെ സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് KP സാജുവിനെ ആശുപത്രി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സഹകരണ വകുപ്പ് അയോഗ്യനാക്കിയത്. ഇതിന് പിന്നിലെല്ലാം അഡ്വക്കേറ്റ് CT സജിത്ത് നൽകിയ പരാതി തന്നെയായിരുന്നു എന്നായിരുന്നു എതിർവിഭാഗത്തിന്റെ ആരോപണം. ഇതോടെ തലശ്ശേരിയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ ആടി ഉലയുകയാണ്. കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് ജില്ലാ നേതൃത്വം. സംസ്ഥാന നേതൃത്വം വലിയ രീതിയിലുള്ള അഴിച്ചുപണിയിലേക്ക് നീങ്ങുന്നതിനാൽ കാലതാമസമില്ലാതെ തന്നെ ജില്ലാ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുമ്പോൾ ഒരുപാട് പേരുടെ സ്ഥാനം പോകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. പാർട്ടി നൽകിയിട്ടുള്ള ടാർഗറ്റുകൾ കൈവരിക്കാത്തവരെയും സംഘടനാ രംഗത്ത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവരെയും ഒഴിവാക്കും. നിലവിലെ 23 KPCC ജനറൽ സെക്രട്ടറിമാർക്കും ഇക്കാര്യം ബാധകമാണ്. വർക്കിംഗ് പ്രസിഡന്റും വർക്കിംഗ് വൈസ് പ്രസിഡന്റുമാരും മാറിയേക്കും. ഒഴിവുള്ള ട്രഷറർ പദവിയിലും ആളെത്തും. പാർട്ടിയിലും ഒന്നിലധികം പദവി വഹിക്കുന്നവർ ഒഴിയേണ്ടി വരും. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മാത്രം പാർലമെന്ററി രംഗത്തുള്ള ചിലർ സംഘടനാ ചുമതല നൽകും. പാർട്ടി അച്ചടക്കം ചുമതലകൾ നടപ്പിലാക്കാൻ പ്രവർത്തന മികവ് തുടങ്ങിയവ AICCയുടെ പെർഫോമൻസ് ഓഡിറ്റിലൂടെ പരിശോധിക്കുന്നുമുണ്ട്. പുനഃസംഘടനാ പ്രക്രിയയിലെ ഒരു ജനറൽ സെക്രട്ടറിയെ സഹായിക്കാൻ 2 സെക്രട്ടറിമാരെ നിയമിക്കാനാണ് ധാരണ. യുവാക്കൾക്ക് ഉൾപ്പെടെ അവസരങ്ങൾ ലഭിക്കും. DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിലും പുനരാലോചന ഉണ്ടായേക്കും. AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുടെ അടക്കമുള്ളവരുമായും സംഘടനാ നേതൃത്വം ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 4 ജില്ലകൾ ഒഴികെയുള്ളവരെ മാറ്റിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനായി AICC സെക്രട്ടറിമാർ ജില്ലാതല പര്യടനം നടത്തി റിപ്പോർട്ടും സമർപ്പിക്കും. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ AICC സെക്രട്ടറിമാരുടെ മേഖലകൾ പുനർനിർണയിച്ചിട്ടുണ്ട്. വടക്കൻ മേഖലയുടെ ചുമതലയുണ്ടായിരുന്ന PV മോഹന് മധ്യമേഖലയുടെ ചുമതലയും മൻസൂർ അലിഖാന് വടക്കൻ മേഖലയുടെയും ചുമതല നൽകി. തെക്കൻ ജില്ലകളുടെ ചുമതല AK അറിവഴകൻ വഹിക്കും. AICC ചുമതലക്കാർ 15 ദിവസം വരെ ചുമതല നൽകിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണണമെന്ന് കർശന നിർദ്ദേശവും AICC നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഇതിലേക്കുള്ള വഴി തെളിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിലയിരുത്തപ്പെട്ട സംഘടനാ തലത്തിലെ പ്രവർത്തന കുറവും തന്നെയാണ്. നിരവധി ആരോപണങ്ങളും പരാതികളും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം വരുത്തണമെന്ന് അണികളുടെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നിരന്തരം സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേതൃതലത്തിൽ ഒരു അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് മുതിരുന്നത്. ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ മുന്നോടിയായി തന്നെ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അഴിച്ചുപണികൾ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി നേട്ടത്തിന്റെ കാലം തന്നെയായിരിക്കും.